കണ്ടിട്ട് മനസ്സിലാവില്ല. നോക്കി കുത്തത് കാലേട്ടാണ് കുത്ത. എന്താ പോയത്? എന്താ സുധേട്ട ഈ വീടിന്റെ വർത്താനം ഉള്ളൂല്ലോ നാട് മൊത്തം. ഇപ്പൊ ഫോണ് തുറന്നാൽ നിങ്ങളെ വീടിന്റെ വർത്താനം ഉള്ളത്. ഞാൻ വിളിക്കാനേ സുധേട്ടന്റെ വീട് വരെ ഒന്ന് വന്നാണ്. വെച്ചോ വെച്ചോ. സുധേട്ടാ ആരാണ്? ഞാൻ പോട്ടെന്നാല്. ഞാൻ പൈസ ശരിടാ, ഗൂഗിൾ പേ പൈസ ഒന്നും വേണ്ട. ഇറുമ്പിന് തോണ്ടി എന്തിനാ പൈസ? നിങ്ങൾ ഇതിന്റെ പണി മൊത്തം എനിക്ക് നന്നായി. നന്നായി മണിക്കാട്. അതെ എന്താണ് ഇവിടുത്തെ അവസ്ഥ? ഇത് എന്താ ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ. ഇവിടെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇവിടെ പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ലോകം മുഴുവൻ പരന്നല്ല. ഒന്നും പറയണ്ട വ്യാധി. ഏതോ ഒരു പ്രാന്തം കയറി വന്നിട്ട് എന്തൊക്കെ കുറെ ചോദിക്കുന്ന കേട്ടു. അത് ഇപ്പൊമാതിരി പ്രശ്നമാവുന്ന ഞാൻ അറിഞ്ഞ. അല്ല ഓനെന്താ അറിയോ, ഓന് ഇതിന്റെ അകത്ത് കാഴ്ചക്കാർ കൂടുതലുണ്ട്. ലോകം മുഴുവൻ എത്തൂലോ. അതെ അത്ര നിസ്സാരമായിട്ട് എടുക്കണ്ട. ഇപ്പൊ സത്യേട്ടൻ വില പറഞ്ഞു വെച്ചല്ലേ. സത്യേട്ടന്റെ അടുത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായി. അത് നടക്കൂല കേട്ടോ. കച്ചവടം നടക്കൂല. സത്യേട്ടൻ വയ്യാണ്. ഏതാന്ന് അറിഞ്ഞിട്ട് ജിന്നുള്ള വീട്ടിൽ ആരെങ്കിലും താമസിക്കോ? ജിന്നിന്റെ തന്നെയല്ല, സത്യേട്ടൻ അതിന് വിശ്വാസമില്ല. പക്ഷെ ഭാര്യയും മക്കളും ചൊട്ടക്ക് സമ്മതിക്കില്ല. അല്ല എന്നിട്ട് മൂപ്പരെന്നെ വിളിച്ച് പറഞ്ഞൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഭാര്യക്കാണ് ഭയങ്കര പേടി, പ്രേതണ്ടെന്ന് പറഞ്ഞിട്ടേ. എന്റെ മൊയ്തു അതിന് ഇവിടെ പ്രേതമില്ലല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ പറയണത്? പിന്നെ അർദ്ധരാത്രിക്ക് വന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന ആരാണ്? അതല്ല ഇപ്പൊ ഇലക്ട്രീഷ്യൻ വന്ന് നോക്കി പോയത്. അതെ, അത് തുറന്നു നോക്കിയപ്പോ അതിന്റെ ഉള്ളിൽ ഉറുമ്പുകൾ മുട്ടട്ട് കൂട്ടിയിരിക്കുക. എന്നിട്ട് ഈ രാത്രി ഉറുമ്പുകൾ ഇങ്ങനെ നടക്കുമ്പോ ഈ വയറുകൾ തമ്മിൽ കൂട്ടി മുട്ടിയിട്ടാണ് ബെല്ലടിക്കണെന്ന് പറഞ്ഞ് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പാവം പോയി. ആരാ വിശ്വസിക്കുന്നത്? അതൊന്നും ഞാൻ ആളുകളോട് പറഞ്ഞാൽ വിശ്വസിക്കൂല. നിങ്ങൾ നോക്കിക്കോട്ടെ, അത് അടിച്ച് കളഞ്ഞിട്ടില്ല ഞാൻ ഉറുമ്പും കൂട്. അല്ല സംഭവമൊക്കെ ശരിയാണ് നിങ്ങൾ പറയണത്. പക്ഷെ നിങ്ങൾ മാത്രമേ വിശ്വസിക്കുള്ളൂ. ഇപ്പൊ എന്താ ചെയ്യാ? അതെ പ്രയാസപ്പെടണ്ട, പരിഹാരം ഉണ്ടാക്കാം. എത്ര രൂപക്കാണ് സത്യേട്ടനായിട്ട് കച്ചവടം പറഞ്ഞാ? ഞാൻ പറഞ്ഞില്ലേ 55 ലക്ഷം ഉറുപ്പ്യക്ക് കച്ചവടമായി. 5 ലക്ഷം ഉറുപ്പ്യ അഡ്വാൻസും കിട്ടി. നമുക്കേ ഒരു 30 അങ്ങോട്ട് മുറിക്കാം. എന്തിന്? പുറത്താരുമല്ല, നമ്മുടെ മൊയ്തൂക്കാക്കാണ്. നമ്മളെടുത്തോളൂ. അത് ശരി, നിങ്ങൾ നനഞ്ഞോടെ കുഴിക്കാതിരിക്കുക. അതെ അതെ, ഞാൻ തൽക്കാലം ഈ വീട് കൊടുക്കണില്ല. അതല്ല, നിങ്ങൾക്ക് കാര്യം നടക്കണ്ടേ, അയാൾക്ക് അഡ്വാൻസ് തിരിച്ചു കൊടുക്കണ്ടേ? എന്തിന്? അയാൾക്ക് വേണ്ടെങ്കിൽ അയാളാണ് പോവും. എന്റെ തെറ്റുകളില്ലേ ഞാൻ എനിക്ക് തന്ന പൈസ തിരിച്ചു കൊടുക്കണം. അങ്ങോട്ട് നോക്കി വേറെ ഒരു മനുഷ്യ ഈ സ്ഥലവും വീടും എടുക്കുന്ന നിങ്ങൾ വിചാരിക്കണ്ട. എടുക്കണ്ടെന്നേ, അവിടെ കിടന്നോട്ടെ. നിങ്ങളെ പോവാൻ നോക്ക്. സുധേട്ട അവസാനമായിട്ടൊരു കാര്യം ഞാൻ പറയാം. എന്താ നീ ചാവാൻ പോവാ? അല്ലാന്ന് ഒരു 35 മുറിക്കാൻ പറ്റും. അപ്പൊ കൊടുക്കണില്ല പറഞ്ഞില്ലേ? നിങ്ങൾ വിട്. ഒരുപാട് പേരെ കണ്ടാ ഞാൻ. അച്ഛൻ പറഞ്ഞാ പോയിക്കോളാം, ഇവിടെ നിൽക്കണ്ട. അതെ കേട്ടാ, ഇത് വിറ്റൊന്നും പോകാൻ നിൽക്കല്ല. ബെല്ലടിക്കണവളെ ഓന് കെട്ടിച്ചു കൊടുക്കണ്ട്. 4 പേരും കൂടി സുഖമായിട്ട്. ആർക്ക് വേണം? ഉറുമ്പാണെന്ന്. എന്താണ് പന്നി കാണിക്കണം? കുത്തി പോണല്ലോ, അറിഞ്ഞോണ്ടല്ലോ. ഇതുപോലെ ഒരുപാട് കച്ചവടക്കാരെ കണ്ടാനേ. ഇതിനൊക്കെ കാരണേ ആ പച്ച സത്യം മറ്റേ വാർത്തക്കാരനാ. അല്ല ഞാൻ പറഞ്ഞ അതല്ല, ഒന്നുകിൽ അവിഹിതം അല്ലെങ്കിൽ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ. ആക്സിഡന്റ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് വേണോ? കളവ് ഇതൊക്കെ നോക്കാം. പിന്നെ ഇതൊന്ന് അപ്ലോഡ് ചെയ്ത ശരി. ഞാൻ വിളിക്കാം. എന്താ ബേബി, അതെ പുതിയ ന്യൂസ് എന്താ? ഒരു കുടുംബത്തിലെ 3 ആൾക്കാർ ആത്മഹത്യ ചെയ്തു. കുടുംബത്തിലെ 3 പേര്? ആരൊക്കെ? അത് കുട്ടി, അച്ഛൻ, അമ്മ. കുട്ടി കിണർ ചാടിയാണ്, അമ്മ വിഷം കഴിച്ച് മരിച്ചാണ്, അച്ഛൻ തൂങ്ങി മരിച്ചു. കുട്ടി എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടിയാണോ? ഒരു 16 വയസ്സായിട്ടുണ്ട്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടി. അച്ഛൻ അമ്മ. അച്ഛൻ അമ്മ. എങ്ങനെ ഇപ്പൊ ന്യൂസ് എന്താ ബേബി തയ്യാറാക്കിക്കുന്നത്? എങ്ങനെയാണ് കാര്യം? കടബാധ്യത. എന്താ കടബാധ്യത? എന്റെ ബേബി, നിങ്ങളടുത്ത് എത്ര പ്രാവശ്യം ഞാനിത് പറഞ്ഞു തന്നു? ഇത് പച്ച സത്യമാണ്. നമ്മൾ പച്ച സത്യമായിട്ട് പറയണ ആൾക്കാരില്ല. എന്നാൽ ഇത് ആൾക്കാർ എടുക്കുള്ളൂ. ഇത് ആൾക്കാർ വായിക്കണം. നമ്മൾ ന്യൂസ് വായിക്കണ്ടേ? അതിന് ഇങ്ങനെ കൊടുത്ത കടബാധ്യതയും ഉണ്ടോന്നൊക്കെ പറഞ്ഞു. ഇവിടെ ബേബിക്ക് കടബാധ്യത ഇല്ലേ? ബേബി തൂങ്ങി ചത്തോ? റാണിക്ക് കടബാധ്യത ഇല്ലേ? റാണി കിണറ്റ് ചാടിയോ? എനിക്കെന്ത് കടബാധ്യത? ഞാൻ വിഷം കഴിച്ചോ? ഇല്ലല്ലോ. ഇവിടെ സർക്കാരിനുണ്ട് കടം, എന്നിട്ട് സർക്കാർ ആത്മഹത്യ ചെയ്തോ? ഇല്ലല്ലോ. ബേബി, അതുകൊണ്ട് നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് ആൾക്കാരിലേക്ക് ഒരു പഞ്ച് സാധനം കൊടുക്കണം. അച്ഛനമ്മ മതി നമ്മളെ സംഗതി. അതായത് മകളുടെ പ്രണയം അറിഞ്ഞ അമ്മ ആത്മഹത്യ ചെയ്യുന്നു.
ഹേയ്, അവിടെ ട്വിസ്റ്റ്. ഈ മകളുടെ കാമുകനും അമ്മയുമായിട്ട് അവിഹിതമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അച്ഛൻ എന്ത് ചെയ്തു? മകളെ എടുത്ത് കിണറ്റിലിട്ട് കൊന്നു. ഇതിലെല്ലാം മനം തന്ന അച്ഛൻ തൂങ്ങി മരിച്ചു. സംഗതി പൊളിക്കും. ഇതൊന്നും ഇതിനു മുമ്പ് വരാത്ത സ്ക്രിപ്റ്റാണ് മോളെ. അപ്പൊ വാർത്ത അങ്ങനെ കൊടുത്തോ? അല്ല സാർ, അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ച് ചെയ്താൻ പറ്റുമോ? ഉറപ്പിക്കേണ്ട, അവസാനം ഒരു വരി ചേർത്താ പോര്. ഇങ്ങനെയാണ് നാട്ടിൽ പൊതുവെ നാട്ടുകാരുടെ സംസാരം. അപ്പൊ നമ്മൾ സേഫ് ആയില്ലേ? എന്താണ് ബേബി ഇത്? കുറെ നാളായില്ലേ ഇവിടെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്? പച്ച സത്യം എങ്ങനെ പറയണത് ഇനിയും പഠിച്ചില്ല എന്ന് കഴിഞ്ഞാൽ താൻ എന്തിനാണ് തനിക്ക് ശമ്പളം ഞാൻ തരുന്നത്? എന്ത് പറഞ്ഞാലും ഒരു ഇങ്ങനെ ചിടിച്ചോണ്ടിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, അവസാനം ശമ്പളം വാങ്ങിക്കാൻ സമയത്ത് കരയേണ്ടി വരും ഇങ്ങനെ ന്യൂസ് കൊടുക്കാൻ നിന്ന. പിന്നെ ഒന്ന് മോളെ കഴിച്ചിലാക്കണം. ഞാനിട്ട് ബടിയായി കഴിഞ്ഞാൽ അയാൾ സ്റ്റോറി കിട്ടും, ശ്രദ്ധിക്കണേ. ഇതാണോ നിന്റെ പച്ചസത്യത്തിന്റെ ഓഫീസ്? ഇതാ പച്ച സത്യം, നല്ല ഓഫീസല്ലേ? എന്നെ കണ്ടിട്ടുണ്ടോ? അത് നമ്മളെവിടെ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയാണ് കണ്ടത്? നമ്മളെ അന്നത്തെ പ്രേതമുള്ള വീട്ടിലെ. എന്റെ വീട്ടിൽ പ്രേതം എന്നോട് ആരാടാ പറഞ്ഞു? അല്ല, പ്രേതം ഇല്ലേ അവിടെ? നീ വീട്ടിൽ വന്ന സമയത്ത് നിന്നോട് എന്താണോ ഞാൻ പറഞ്ഞു? പുറത്ത് എന്റെ ഭാര്യ തോടിട്ടിരിക്കുന്ന ഒരു വെള്ള തുണിയാണെന്നല്ലേ പറഞ്ഞു? അതിന് നീ വെള്ള സാരി കൊടുത്ത് യക്ഷിയാക്കി മാറ്റോടാ നീ? അല്ല, വെള്ളസാരി യക്ഷി കൊടുക്കണാണല്ലോ വെള്ളസാരി അല്ലേ? യക്ഷിയാണ് വെള്ളസാരി കൊടുക്കാറ്. ബാത്റൂമിൽ ആരാ പ്രയത്നം കണ്ടിരി? എന്നെ ഞാൻ കണ്ടത് ഞാൻ പഠിച്ചു പോയതല്ലേ? നിനക്ക് കാശ് പണം ഉണ്ടാക്കാൻ വേണ്ടി പാവങ്ങളെ ഓരോരുത്തരും നുണ പറഞ്ഞ് എഴുതി പിടിപ്പിക്കാനാണ് എന്റെ പണി. അതാണ് എന്റെ പണി. അല്ല, ഇത് കച്ചവടം ചെയ്യുന്ന വീടായിരുന്നു അത്. പ്രേതാലയെന്ന് പറഞ്ഞിട്ട് അവർ കച്ചവടം ഒഴിവാക്കി പോയാ നീ എടുത്തോളത്. പ്രേതം ഉണ്ടാവുമായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് മേലാലി മാതിരി പണി നീ ചെയ്താ ഇല്ല ഇല്ല. ഈ എഴുതിയത് നീ എന്ത് ചെയ്യണം? ചേട്ടാ, കൈയോട് അയ്യേ അയ്യേ, എഴുതിയത് നീ എന്ത് ചെയ്യുന്നു? നിസ്സാര കാര്യമല്ലേ, നമുക്ക് തിരുത്താം. നമുക്കിത് തിരുത്താമല്ലോ. ഇത് തിരുത്തിയതോ? പിന്നെ ഇന്ന് തന്നെ നീ ഇത് തിരുത്തിയതോ? ഇത് ഇന്ന് തന്നെ കൊടുക്കും. ഇത് എന്താ അറിയാമോ, ഇത് പുതിയ സ്റ്റാഫാണ്. ആ കുട്ടിക്ക് കുറച്ച് സാഹിത്യം കൂടുതലുണ്ടോ, അത് എഴുതി വന്നപ്പോ അങ്ങനെ ആയിപ്പോയതാ. ഒന്നും ചെയ്യണ്ട. ഇന്ന് തന്നെ തിരുത്തി വാർത്ത കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാനിവിടെ ജോലിക്കിരുത്തൂടെ പറഞ്ഞു വിട്ടുകളായി ഞാൻ. പറഞ്ഞു മനസ്സിലായോ? ഇനി മേലെ ഇല്ലാത്ത വല്ലത് എഴുതി പിടിപ്പിച്ച് പാവങ്ങളെ ബുദ്ധിമുട്ടിച്ചാ ഇന്നത്തോടെ നിർത്തിക്കോളത്. ചേട്ടൻ ഇവിടെ വഴക്കുറണ്ട, കരയോ കുട്ടി? സത്യത്തിൽ എന്താ പ്രശ്നം? നീ പരിഹരിക്കോടാ, നീ പരിഹരിക്കോടാ പ്രശ്നം. ചേട്ടാ ഒന്നുമില്ല. ഇന്നത്തോടെ നിർത്തിക്കോളെ ഇത്. ഇനി മേലെ ഇല്ലാത്ത ന്യൂസ് ഞാനും ഇല്ല എഴുതി വിട്ടിട്ട് പാവങ്ങളെ പറ്റിച്ചാണല്ലോ. വരില്ല. പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ. ഞാനല്ലേ പറയാം, ഞാൻ വാക്കറിയില്ലേ. തോന്നിയ കാണിക്കുന്നു. ഒന്നുമില്ല, ഒന്നും സംഭവിക്കില്ല. എല്ലാം നമ്മൾ സ്ത്രീകളെ ഞങ്ങൾ ഉപദ്രവിക്കും. ഇതൊക്കെ ചിമ്മ തമാശ. ഇതുപോലെ എന്തോരം ഓലപ്പാമ്പ് ഞാൻ കണ്ടേക്കുന്നത്. വെറുതെ ഇതിന് മുമ്പൊക്കെ വന്ന് കിട്ടിയിട്ടുള്ള വെച്ചിട്ട് ഇത് ഒന്നുമില്ല. അവർ വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടത്. ഓലപ്പാമ്പ് ഒരു ഒറിജിനൽ പാമ്പിനായിട്ട് അയാൾ വരും. ഒന്നുമില്ല. കാണുമ്പോൾ പേടിച്ചോ? സാറെന്താ എന്റെ തലക്കിട്ടെ? അയാളിപ്പോ എന്നെ കൊന്നേനെ. ഓ, ഒന്നും ചെയ്യില്ല. പിന്നെ റാണി, നമ്മള് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് നമുക്ക് വ്യക്തിയല്ല പ്രാധാന്യം, ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഒന്നുമില്ല, സിമ്പിള്. അല്ല സാറേ, കടം വന്ന ആത്മഹത്യ ചെയ്ത് അവിഹിതമാക്കണോ? ബേബേ, അത് അവിഹിതം തന്നെ ആക്കണം. അല്ല സാറേ, ഇതുപോലെ വന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യൂ? താളിത്തിരി പൊട്ടനാണ് ഇടോ. ആ കുടുംബത്തിലെ അച്ഛൻ, അമ്മ, മകൾ മൂന്നുപേരും മരിച്ചില്ലേ? പിന്നെ ആര് ചോദിക്കാൻ വരാൻ? അത് അവിഹിതം തന്നെ ഫിക്സ്. മറിമായം